എറണാകുളം അങ്കമാലി അതിരൂപതാ തർക്കത്തിൽ ബിഷപ്പ് റാഫേൽ തട്ടിലിനെയും മാർ ജോസഫ് പാംബ്ലാനിയെയും വിളിച്ചുവരുത്താൻ അതിരൂപതാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ തീരുമാനങ്ങൾ ഇവർ നടപ്പിലാക്കിയില്ലെന്ന് കുറ്റപ്പെടുത്തി പുറത്തിറക്കിയ സർക്കുലറിൽ ഫാദർ വർഗീസ് മണവാളൻ നടത്തിയ വിവാഹം നിലനിൽക്കില്ലെന്നും പറയുന്നു. ഇതോടെ സഭാ നേതൃത്വത്തിന് മേൽനോട്ടത്തിൽ ഇന്നലെ നടത്തിയ സമവായ ധാരണകൾ തകിടമറിഞ്ഞു. നാളുകൾ നീണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു സർക്കുലർ. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപ്പോലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും ചേർന്നാണ് സർക്കുലർ പുറത്തിറക്കിയത്. മറുവിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ചായിരുന്നു തീരുമാനം. വൈദിക ചേരി ആവശ്യപ്പെട്ട ജനാഭിമുഖ കുർബാന തുടരും. ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃതം. നിലവിൽ അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും തുടങ്ങിയവയാണ് സർക്കുലർ ഉള്ളടക്കം. എന്നാൽ സർക്കുലർ പുറത്തിറങ്ങിയതിന് തൊട്ടുപിന്നാലെ സഭാ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ്. മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനം. കത്തീഡ്രൽ ബസിലിക്കയിൽ ഫാദർ വർഗീസ് മണവാളനെ തുടരാൻ അനുവദിച്ചത് തെറ്റ്. വിവാഹവും കുമ്പസാരവും അടക്കം വൈദികൻ പരികർമ്മം ചെയ്ത കൂദാശകൾ അംഗീകരിക്കാനാകില്ല. വൈദിക സമിതി നോമിനേഷനും തെറ്റെന്ന് ട്രിബ്യൂണൽ. ഫാദർ വർഗീസ് മണവാളനെ ഉടൻ പുറത്താക്കണം. കാനോനിക നിയമപ്രകാരം ട്രിബ്യൂണൽ ഉത്തരവ് മറികടക്കുക സാധ്യമാകില്ല. ഫലത്തിൽ സമവായ ധാരണയിൽ കടുത്ത അനിശ്ചിതത്വം. പ്രശ്നങ്ങൾ ഉടൻ തീരില്ലെന്ന് വ്യക്തം. റിപ്പോർട്ടർ, കൊച്ചി.